a European country without Schengen visa. Is that possible? അതെ, പോസിബിൾ ആണ്. യൂറോപ്യൻ കൺട്രിയാണ്, ഷെങ്കൻ വിസ ആവശ്യമില്ല. ഇനി നിങ്ങൾ UAE റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയും ആവശ്യമില്ല. നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. പറഞ്ഞു വരുന്നത് ജോർജിയയെ പറ്റിയാണ്. ഞാൻ ഈ ലാസ്റ്റ് സെപ്റ്റംബറിൽ ജോർജിയയിലേക്ക് ഒരു യാത്ര പോയിരുന്നു. UAEയിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ എനിക്ക് വിസയുടെ ആവശ്യം വന്നില്ല. ഞാൻ 3 night 4 day ട്രിപ്പാണ് ചൂസ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ജോർജിയ ഫുള്ള് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 7 to 10 days ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഞാൻ പോയ സമയത്ത് ഒരു ഓട്ടം സീസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തണുപ്പും ഇല്ല, എന്നാൽ തന്നെ സമ്മർ മാറുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആയിരുന്നു. ഇനി നിങ്ങൾ വിൻ്ററിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിൻ്റർ ബേസ്ഡ് ആക്ടിവിറ്റി ഇവിടെ ചെയ്യാൻ വേണ്ടി കഴിയും. ജോർജിയയിലെ ടിബിലിസിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയത് മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്ചു ആണ്. ഒരു കയ്യിൽ വീഞ്ഞുകുപ്പിയും മറു കയ്യിൽ വാളുമായി നിൽക്കുന്ന ജോർജിയയുടെ മാതാവ്. അത് തന്നെയാണ് അവിടുത്തെ ആളുകളുടെ സ്വഭാവം എന്ന് നമുക്ക് വളരെ ചുരുക്കത്തിൽ പറയാം. സ്നേഹത്തിലാണെങ്കിൽ സ്നേഹത്തിൽ, വീഞ്ഞുകുപ്പിയുമായി നമ്മളെ സ്വീകരിക്കും, എന്നാൽ മുട കണ്ടാൽ ഇടപെടും. അതാണ് ജോർജിയൻസ്. പക്ഷേ ജോർജിയ ഒരു യൂറോപ്യൻ കൺട്രി ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ബിക്കോസ് ഇതൊരു ഇൻ്റർസെക്ഷൻ ആണ് ഈസ്റ്റ് യൂറോപ്പിൻ്റെയും വെസ്റ്റ് ഏഷ്യയുടെയും. അതുകൊണ്ട് തന്നെ ഇതൊരു യൂറേഷ്യൻ കൺട്രി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഒരേ സമയം യൂറോപ്പിൻ്റെ കൾച്ചറും ഏഷ്യൻ കൾച്ചറും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് അനുഭവിക്കാൻ പറ്റുന്ന അതിമനോഹരമായ സ്ഥലമാണ്. നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും പോകേണ്ട സ്ഥലവുമാണ്. സോ നിങ്ങൾ UAEയിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ എവിടെയെങ്കിലും നിന്ന് ജോർജിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ please DM me. I will send you full itinerary and contact details.